നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂടിക്കാരനോ? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. സാഹിത്യം കൊള്ളാം. ചേച്ചി ഞങ്ങളോട് പൊറുക്കണം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി. എന്തെന്ന് നാശം. പശുവിന് കാടി കൊടുക്കാൻ സമ്മതിക്കില്ലേ? ഇതിൽ പിന്നാക്കുണ്ടായിരുന്നോ? അത് ആവശ്യത്തിന് തലയ്ക്കകത്തുണ്ടല്ലോ. ടിവിയിൽ കാണുമ്പോ ഭയങ്കര സുന്ദരിയാണ്. ടിവിയിൽ കാണുമ്പോ മാത്രം. பெரிய முழுக்காதல் ரெண்டு மூணு சுத்தர சுத்தல் காதல் இங்கு நடக்குதல்லோ சின்ன முள்ளு அழுத்தமானது மெதுவாய் போகும் பெரிய முள்ளு துரத்தி பிடிக்குமே அதுதான் வேகம் சின்ன முள்ளு அழுத்தமானது மெதுவாய் போகும் பெரிய முள்ளு துரத்தி பிடிக்குமே அதுதான் வேகம் உடலை சின்ன முள் போடலாம் ஒவ்வொரு மணியிலும் கூடலாம் Eastern Katrumbu, Kurithakeda Unlimited, co-powered by Sumix Kidswear and Odysseia, Classmates Shoes and Backpacks. Whoa! Okay. നമ്മളൊരു എക്സൈറ്റിംഗ് എപ്പിസോഡ് ഓഫ് കട്ടുറുമ്പ് പിന്നെയും നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് കുറെ അടിപൊളി പെർഫോമൻസുകൾ നമുക്ക് വെയിറ്റിംഗ് ആണ്, യുനോ. ആൻഡ് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പെർഫോമൻസ് ഓഫ് ലാസ്റ്റ് വീക്ക്? ചാറ്റ് ഒബ്വിയസ്ലി നമ്മൾ പുതിയ പുതിയ കുട്ടികളെ കാണുന്നുണ്ട്, ഫാമിലീസിനെ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇഷ്ടമുള്ളത് എനിക്ക് ഡബ് സ്മാഷ് ഓൾ ദ വേ. എനിക്ക് കുറെ റിവ്യൂ കിട്ടിയത് ലാലേട്ടന്റെ ആ ഫോണിൽ സംസാരിച്ചത് മറ്റേ പശയില് പോയിരിക്കില്ലേ, തേജസിന്റെ ഐ മീൻ തേജസ് അല്ല ദർശത്തിന്റെ ആ ഒരു പെർഫോമൻസിന് എനിക്ക് പേഴ്സണലി കുറെ നല്ല റിവ്യൂസ് കിട്ടി. അതേപോലെ ശ്വേത ചേച്ചിക്ക് ഏതെങ്കിലും ഒരു പെർഫോമൻസിന് എടുത്തു പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറയാ, ചാറ്റ് ഷോസിനെ പറ്റിയാണ് എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ളത്. ബിക്കോസ് സത്യമായിട്ട് അവർ അങ്ങനെ സംസാരിക്കാറുണ്ടോ, അങ്ങനെ സംസാരിക്കാറുണ്ടോ, അല്ല അത് പറഞ്ഞു കൊടുത്തതാണോ എന്നല്ലത്. പക്ഷെ സത്യം പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്കും വരാം, യുനോ. ആൻഡ് ഞാൻ എൻ്റെ നമ്മളുടെ ഡയറക്ടറിന്റെ നമ്പർ കൊടുക്കും ധൈര്യത്തോടെ. നമ്മുടെ വിൽസ് ഫിലിപ്പ് ഇവിടെ എഴുതി വരുന്നുണ്ടാവും മിക്കവാറും. വിൽസ് ഫിലിപ്പിന്റെ നമ്പർ എന്തായാലും താഴത്തുണ്ടാവും. അപ്പൊ നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും ഭയങ്കര ടാലന്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോകം നിങ്ങളുടെ കുട്ടിയെ കാണണം തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ നമ്പറിലേക്ക് വിളിക്കൂ ആൻഡ് കോൺടാക്ട് കട്ടുറുമ്പ്. മേ ബി അടുത്ത ചാറ്റ് ഷോയില് നിങ്ങളുടെ കുഞ്ഞുങ്ങളാവാം ഈ ഷോയിൽ ഇരിക്കാൻ പോകുന്നത് ഞങ്ങൾക്കൊപ്പം. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി. നമുക്ക് ഇപ്പൊ ഷോ തുടങ്ങണം, പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ്. സോ പ്ലീസ് ഹലോ, ആരാണ്?
കട്ടുറുമ്പിലെ ആൾക്കാരൊക്കെ എവിടെ? കട്ടുറുമ്പിലെ ആൾക്കാരൊക്കെ എവിടെയാണ്? ദാ ഞങ്ങളാ ഇതിന്റെ ഓൾ ഇൻ ഓൾ. നിങ്ങളാരാ? പേളി. കട്ടുറുമ്പിൽ കാണുന്ന പേര് നിങ്ങളാണോ? എനിക്ക് ഞാൻ കൊറേ കാലമായി തപ്പി നടക്കായിരുന്നു. ആരെ? എന്നെ ആയിരിക്കും. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ട്. ചേച്ചിയുടെ സിനിമ ഓരോ സിനിമയും ഞാൻ 10 വട്ടം കാണും. അതെല്ലേ? ആ അതെ. ഒരു പണിയില്ല അല്ലേ? വേറെ ഒരു പണിയില്ല. പിന്നെ ടിവിയിൽ കാണുമ്പോ ഭയങ്കര സുന്ദരിയാണ്. ടിവിയിൽ കാണുമ്പോ മാത്രം. അല്ല എന്താ ഉദ്ദേശിച്ചത്? സൂപ്പറാണ്. അല്ല എന്തിനാണ് ഇവിടെ വന്നത്? കട്ടുറുമ്പിൽ ഒരു ചെറിയ ചാൻസ് കിട്ടാൻ വേണ്ടിട്ട്. ഓ അതാണ് ഇങ്ങനെ പുകഴ്ത്താൻ ശ്രമിച്ചോണ്ടിരുന്നത്. അല്ല ഒരു ഇവിടെ വരണമെങ്കിലേ കുറച്ച് ടാലന്റ് എല്ലാം വേണം. കുറച്ച് കഴിവ് വേണം. കഴിവുള്ള കുട്ടികൾ ഇവിടെ ഇരിക്കും. എനിക്ക് കഴിവുണ്ടല്ലോ, അഭിനയിക്കാനൊക്കെ കഴിവുണ്ട് എനിക്ക്. അതെയോ? ഒരു റോളെല്ലാം തന്നാലോ? ഒരു റോള് തന്നാ അത് ചെയ്യാൻ റോള് തന്നാ ഞാൻ കടിച്ചു കാണിച്ചു തിന്നോളാം. അതല്ല, പക്ഷെ ചിക്കൻ മസ്റ്റാണ്. അങ്ങനത്തെ റോളല്ല, ഒരു കഥാപാത്രം തന്നാൽ ചെയ്യാൻ പറ്റുമോ? പാത്രം മാത്രമേ ഉള്ളൂ, അതിനകത്ത് ചോറും കറിയും ഉണ്ടാവോ? ഓ ഈ തീറ്റ മാത്രമേ ഉള്ളൂ. അഭിനയിക്കാൻ ഒരു ക്യാരക്ടർ തന്നാൽ ഒരു ക്യാരക്ടർ ആയി മാറാൻ പറ്റുമോ? അഭിനയിക്കാൻ പറ്റുമോ? അഭിനയിക്കാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഞങ്ങളൊരു സിറ്റുവേഷൻ തരും, അതിനനുസരിച്ച് പെർഫോം ചെയ്യണം. ഓക്കെ? ആ ചെരുപ്പെടുത്ത് ഇവിടെ വെക്കൂ. ആ ചെരുപ്പെടുത്ത് ഇവിടെ വെക്കും. അവിടെ വെക്കാം. ഇത് ഇത് നിങ്ങളുടെ വകയിലെ അമ്മാവിന്റെ മകനാണെന്ന് വിചാരിക്കുക. ആ അത് സങ്കല്പിക്കണം. മരിച്ചു കിടക്കുകയാണ്. എങ്ങനെ നിങ്ങൾ ഇത് കണ്ട് നിങ്ങൾ എങ്ങനെ സഹിക്കും? ഐ മീൻ കരച്ചിൽ പൊട്ടിക്കരയുന്ന സീനാണ്. നന്നായി അഭിനയിച്ചോളൂ. നിങ്ങൾ 2 പെണ്ണുങ്ങളും മുന്നിൽ. ഞങ്ങൾ ഇവിടെ മരണ വീട്ടിൽ വന്ന പെണ്ണുങ്ങളാണ്. അഭിനയിക്കല്ലേ? 1 2 ആക്ഷൻ. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി പടുതിരിയാളം പ്രാണനിലേതോ നിഴലുകളാടുന്നു നീയും സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ചേച്ചി കിട്ടുന്നില്ല. എടുത്ത് കട്ടുറുമ്പിൽ എടുത്തു. എടുത്തു ചേച്ചി എടുത്തു. എനിക്ക് സന്തോഷമായി. ഇപ്പൊ ഇവിടുന്ന് പോണം. നന്നായി അഭിനയിച്ചു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. കരച്ചിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഹലോ ഹലോ ഉടക്കാൻ സമ്മതിക്കരുത്. ആയിക്കോട്ടെ. അമ്മളില്ലേ, ഇതെങ്ങോട്ടായത്? അവന്റെ കാര്യത്തിലൊരു തീരുമാനമായി നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഇനി വരാൻ പോകുന്നത് ഒരു ഡബ് സ്മാഷ് ആണ്. എന്താണ് ഒരു ചുറ്റിക്കളി? വാട്ട് ഇസ് ദിസ്? ചേച്ചി ശ്രദ്ധിച്ചിരിക്കൂ, എന്തോ കളത്തരുണ്ടല്ലോ. കയ്യിലെന്താ? കൈ കാണിക്ക്. കയ്യിൽ എന്തോ ഉണ്ട്. കയ്യില് പഴം. അതാണ് ചെറിയ കള്ളത്തരേ ഉള്ളൂ, പക്ഷെ വലിയ വലിയ കള്ളത്തരങ്ങളുള്ള ആൾക്കാരെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ബോയിങ് എന്ന സിനിമയായി, അതില് ചേച്ചി ഇപ്പൊ പഴമാണ് ഒളിപ്പിച്ചു വെച്ചത്. അതിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചത് ഒരു മനുഷ്യനെയാണ്, ഒരു സ്ത്രീയാണ്. ആ സീനൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടാ നിങ്ങൾ കരഞ്ഞു നോക്കൂ. എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ ഹാ എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾത്തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു 7 കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്തൊരു റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി ഹോട്ടലിൽ പോയാൽ മതി. പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ നിനക്കില്ലല്ലോടാ. പെതുക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു.
ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്താന്ന് നീ പിന്നീട് മനസ്സിലാക്കും. എനിക്കിപ്പോ മനസ്സിലാടാ. നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂലിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടുന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. അത്രക്കാടാ. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ശ്യാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കും. ഞങ്ങൾ 3 പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. 3 പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്തോടാ? ഒന്നുമില്ല. ഓരോ ആൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ എന്നൊക്കെ ഇപ്പൊ പറയും. ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്നാ ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നീ ഒന്നും ഉണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖനാടാ. ഇതെന്ത് കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു. കാര്യം ഞാൻ പറയാം. അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ വയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഈ മുറി വേണം, ആ മുറി എടുത്തോ. അതെന്താ? അവിടെയാണ് കൂടുതൽ സൗകര്യം. എടാ, കുറെ സമയമായിട്ട് എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു കേട്ടോ. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. പട്ട പിടിച്ചാണോ നിനക്ക്? പുറത്തുള്ള പത്മയുടെ അകത്തുള്ള പത്മ. എന്റെ ഉള്ളിൽ വേറെ പത്മ ഉണ്ടെന്നോ? വാട്ട് യു മീൻ? മനുഷ്യനെ ഭ്രാന്ത് പഠിപ്പിക്കണോ? ഈ പത്മ മറ്റേ പത്മ കൂട്ടിമുട്ടിയാൽ ഇതുവരെ നിനക്ക് മനസ്സിലായില്ലോ. പത്മ എടുത്ത് സംസാരിച്ച് എന്നെ കൊന്നാളെ. ഓക്കെ, സി അനിൽ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഞാൻ പറയാം. എന്റെ കൂടെ സ്വകാര്യ വസ്തുക്കൾ ഇതിനകത്തുണ്ട്. അതാരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. എന്താണ് അതിന്റെ സ്വകാര്യ വസ്തുക്കൾ? എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി ഇതൊന്നും ആരും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇതെല്ലാം പത്മയ്ക്ക് കാണാൻ പാടില്ലാത്താണോ? അത് മാത്രമല്ല, എന്റെ 1-2 അണ്ടർവെയറുകൾ ഞാൻ ഇവിടെ നനച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല. എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ നോക്കി പ്ലീസ്. ശരി, ഞാൻ അടുത്ത മുറി പോയിക്കോളാം. എടാ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ടത് ജയിലിൽ പോകാനുള്ള പേടി കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കൊല്ലായിരുന്നത്. എടാ, ഞാൻ പറയുന്നത് എനിക്ക് കേൾക്കേണ്ടത്. What happened? ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തോണ്ട് ഒരു ഷോക്ക് അടിച്ചില്ല, രക്ഷപ്പെട്ടു. തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ ഗുഡ് ബൈ. അല്ല അല്ലേ? Whoa! And where is Pearly? Pearly! Excuse me. Hi. Hi, Maggie. അല്ല, നിങ്ങൾ ആരൊക്കെയാണ്? പത്മ എവിടെ? ആ, പത്മ. നല്ല വീട് കേട്ടോ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണായിരുന്നു. ഞാൻ വാടകയ്ക്ക് ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ, അപ്പൊ ചേച്ചി ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്റെ അടുത്ത് ഒന്ന് പറയാ, പുറകില് അപ്പോ മുട്ടക്കറി. അതുകൊണ്ട് ഞാൻ അവിടെ പോയത്. ഒന്നും ഇല്ലല്ലേ? കള്ളിപ്പെണ്ണേ. ചേച്ചിയൊന്നും ഉണ്ടാക്കത്തില്ല. ആണോ? അതാണോ നീ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്? ഞാനൊരു കാര്യം വേട്ടെ, നിങ്ങൾ എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു കയ്യടി. ആൻഡ് സെക്കൻഡ് കയ്യടി പോകുന്നത് ഈ സെറ്റ് ഉണ്ടാക്കിയവർക്ക് തന്നെയാണ്. വാട്ട് എ സെറ്റ്, മാൻ. താങ്ക് യു. പ്ലീസ് എക്സിറ്റ്. എക്സിറ്റ്. എല്ലാരും പല വഴി പോകുന്നു. ഹലോ വിനോദേ, നമ്മുടെ സ്റ്റാൻഡിൽ പുതിയ വണ്ടി ഇട്ടേക്കുന്നു. വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ എടുത്ത് മാറ്റാൻ അത് പറ്റത്തില്ല. അതെന്താ? ഇതിന് മുടിഞ്ഞ വെയിറ്റാ. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ചാ? ഒരു കുളിയുടെ ശവം നാറിയിട്ട് പാടില്ല. तू बड़ी माशाअल्लाह कहे अब्दुल्ला, तेरा जलवा सुभान अल्लाह, कभी शबनम कभी शोला.
പറ്റത്തില്ല. അതെന്താ? ഇതിന് മുടിഞ്ഞ വെയിറ്റാ. ഇതെന്താ പശു തലയിട്ട് വാള് വെച്ച ഒരു കുളിയുടെ ശവം നാറിയിട്ട് പാടില്ല. तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला. Eastern Katurumbu, Kurithakede Unlimited, co-powered by Sumix Kidswear and Odisea, Classmates Shoes and Backpacks. ശ്വേത ചേച്ചി, അടുത്ത് വരാൻ പോകുന്ന സ്കിറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ്
PK meets മാവേലി എന്നുള്ളൊരു ഫീലിലാണ് നമ്മുടെ ഈ സ്കിറ്റ്. ആമിർ ഖാൻ. യെസ്, ആമിർ ഖാൻ. അത് PK സിനിമയിൽ ആമിർ ഖാൻ ഓർമ്മയുണ്ടോ? ഒരു റേഡിയോ മാത്രമാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. ആരാണ് ആ കട്ടുറുമ്പ്? PKയുടെ റോള് ചെയ്യാൻ പോകുന്നത്, ആ ആമിർ ഖാന്റെ റോൾ ചെയ്യാൻ പോകുന്നത്, മാവേലിയുടെ റോളിൽ ആരാ വരാൻ പോകുന്നത്? ഇതൊക്കെ കാണാൻ ഞാൻ ആകാംക്ഷയോടെ നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. സോ ലെറ്റ്സ് ഇൻവൈറ്റ് കട്ടുറുമ്പ്. സ്ഥലം മുകളിന്ന് പറഞ്ഞു വിട്ട് ജർമ്മനി ഇത് തന്നെയല്ലേ? ഏതായാലും റേഡിയോ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. ഈശ്വരാ, നിങ്ങൾ എനിക്ക് പണി തന്നാണല്ലേ? മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ല കാലം. ആരാ നിങ്ങൾ? ഞാൻ മഹാബലി, പണ്ടി നാട്ടിന്റെ ഓണറായിരുന്നു. നിങ്ങൾ ആരാ? PK. ഓ, പുറമ്പോക്കനാണല്ലേ? പുറമ്പോക്കനല്ല, ഈ നാടിനെ പറ്റി അറിഞ്ഞിട്ട് വന്നവനാ. ആഹാ, കാണാൻ നല്ല സുന്ദരവാ. മലകൾ, പുഴകൾ, പാടങ്ങൾ. പക്ഷെ ഇതിനിടെ താമസിക്കുന്നവരെ പരിചയപ്പെടണം. എന്താ? മലയാളി പോലും ഇല്ല, എല്ലാം ബംഗാളിയാ. അപ്പൊ മലയാളിയോ? മലയാളിയെ കാണണമെങ്കിൽ ഗൾഫിലോ മറ്റു രാജ്യങ്ങളിലോ പോണം. പിന്നെ കുറച്ചുപേരുണ്ട് കയറിച്ചത് ഇരിക്കാൻ ഒരു കസേര പോലും ഇട്ടുതരത്തില്ല. അതാരാ? ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. എന്നാ ഞാൻ പോട്ടെ. മാവേലി എങ്ങോട്ടാ? സാധാരണ ഞാൻ ഓണത്തിനാ വരാറുള്ളത്. എന്റെ നാടല്ലേ, എന്റെ പ്രജകളല്ലേ, എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്ത് പറ്റി? എടോ PK, താൻ കുറച്ചേരം ഇവിടെ നില്ല്, അപ്പൊ തനിക്ക് എല്ലാം മനസ്സിലാവും. ഭരിച്ചവർക്ക് ഇങ്ങനെ, ഇനി എന്റെ അവസ്ഥ എന്താവോ എന്തോ. PK ഓട്ടോ തൊഴിലാളി യൂണിയൻ നേതാവ്. നാലം തെരിഞ്ഞ റൂട്ടുകാരൻ, ന്യായമുള്ള റേറ്റുകാരൻ, നല്ലവങ്ക കൂട്ടുകാരൻ, നല്ല പാടും പാട്ടുകാരൻ, ഗാന്ധി പിറந்த നാട്ടുകാരൻ, കമ്പെടുത്ത വേട്ടക്കാരൻ, എളിയവങ്ക ഉറവുകാരൻ, ഇറക്കമുള്ള മനസ്സുകാരൻഡാ. நான் ஏழைக்கெல்லாம் சொந்தக்காரன்டா, நான் எப்பொழுதுം ஏழைக்கெல்லாம் சொந்தக்காரன்டா. ഹലോ, താനാരാ? ഈ വണ്ടി സ്റ്റാൻഡ് ഇടാൻ പറ്റത്തില്ല. വണ്ടിയല്ലേ, പേടകോ? തന്നെ തല പേടാകണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോ. അയ്യോ, ഇത് ഓട്ടോയല്ലേ, എടുത്തു മാറ്റാൻ. സമയമാകുമ്പോ മുകളിലേക്ക് പോകും. താനിവിടെ അധികം നേരം നിന്നാ തന്നെ ഞങ്ങളെ മുകളിലേക്ക് എത്തിക്കും. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. ഇപ്പൊ തന്നെ വണ്ടി എടുത്തുവിടെ മാറ്റണം. ഹലോ വിനോദേ, നമ്മുടെ സ്റ്റാൻഡിൽ പുതിയ വണ്ടി ഇട്ടേക്കുന്നു. വണ്ടി ഇവിടുന്ന് എടുത്ത് മാറ്റണം. അങ്ങനെ എടുത്തു മാറ്റാതെ പറ്റത്തില്ല. അതെന്താ? ഇതിന് മുടിഞ്ഞ വെയിറ്റാ. ഇതൊരു തൊക്കത്ത് വെക്കുന്ന കാര്യമല്ല പറഞ്ഞത്, സ്റ്റാൻഡ് വിട്ട് പോകാൻ. അതെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ഇതൊക്കെ പറയാൻ താനാരാ? ഞാൻ മഹാബലി. ഏത് ബാലനെയാ? എടാ, തനിക്ക് പെർമിറ്റ് ഉണ്ടോ? പെർമിറ്റ് ഇല്ല. വണ്ടിക്കകത്തൊരു ഹെൽമെറ്റ് ഉണ്ട്. രണ്ടും വേണ്ട, ബീഫും പൊറാട്ടയും മതി. ആർക്ക്? എനിക്ക്. അപ്പൊ പെർമിറ്റും ഇല്ല, ഒന്നുമില്ല അല്ലേ? നിങ്ങളെ ഞാൻ ശരിയാക്കി തരാം. ഈ ഓട്ടോ നേതാവ് ആരാണ് നിങ്ങൾ അറിയും. ചാനലുകാരും ഞാനൊന്ന് വിളിക്കട്ടെ. അയ്യോ, വിളിക്കരുത്, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. എങ്കിൽ 3 അടി. പണ്ട് 3 അടി കൊടുത്തതാ ഞാൻ ഈ പരിവായത്. കാശ് എന്നാ ഒഴിവാക്കാം. എന്റെ കയ്യില് കാശില്ല. സൂപ്പർ റേഡിയോയും ഒരു മാലയും തൽക്കാലം ഞാനിത് കൊണ്ടുപോവാ. അയ്യോ, എന്റെ ഓലക്കുട. ഇതെന്റെ കൊച്ചുങ്ങൾക്ക് കളിക്കാൻ കൊടുക്കാനാ. ഞങ്ങൾ തിരിച്ചു വരുമ്പോ ഈ പരിസരത്തെങ്ങാനും കണ്ട. അയ്യോ, ഞങ്ങൾ മാറ്റിക്കോളാവേ. PK, ഇത് കണ്ടോ? ഇതാണ് കേരളം. ദേ വരുന്ന അടുത്ത കുറിച്ച്. നാട്ടുവഴിയോരത്തെ പൂമരച്ചില്ലയിൽ പോക്കുവെയിൽ വീഴുമ്പോൾ കാത്തുനിന്നാരിനി കരളമൊരു കാറ്റിന്റെ പാട്ടിലെ തേൻമൊഴി ചാറ്റമഴ തീർന്നാലും തോരാ നീർമണി. മോളെ, ഞങ്ങൾ പോവാ. മോള് സൂക്ഷിച്ചു വേണം തിരിച്ചു പോവാൻ. ശരി അച്ഛാ. മനുഷ്യ, അവളോട് എടുത്തു പറയേണ്ട കാര്യം പറഞ്ഞോ? മോളെ സൂക്ഷിക്കണം. അയ്യോ, എടുത്തു പൊക്കി പറയുന്ന കാര്യമല്ല. ക്ലാസ്സിൽ പോകുമ്പോഴും വരുമ്പോഴും ശ്രദ്ധിക്കണേന്ന് പറഞ്ഞ.
മോളെ ദേവൂട്ടി, നീ സൂക്ഷിക്കണം. പൂവാലന്മാർ വന്നാൽ മൈൻഡ് ചെയ്യരുത്. എന്താ അച്ഛാ ഈ പൂവാലന്മാരെന്ന് വെച്ചാൽ? കയ്യിൽ 4 സിം കാർഡ്, FBയിൽ റോസാപ്പൂവിന്റെ പടമുള്ള 5 അക്കൗണ്ടുകൾ. എന്നിട്ട് അവള് ചോദിക്കുന്നു പൂവാലൻ ആരാണെന്ന്. അയ്യോ, അവക്ക് 4 അക്കൗണ്ടേ ഉള്ളൂ. ആ മഞ്ഞപ്പൂവുള്ള അക്കൗണ്ട് എന്റെയാ. അന്നാ കണ്ണോണ്ട് വെച്ച സുജുമോനെ നീ അൺഫ്രണ്ട് ചെയ്യണം. അതെന്തിനാ? എലി പോത്തെ, അത് ഞാനാടി. ദേ ഒരു ഫാമിലി, നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഹായ്, വിദേശിയാണോ? അല്ല, സ്വദേശിയാ. ബംഗാളിയാണോ? അല്ല, മലയാളിയാ. ഡോഡോ, താൻ കൊറേ നേരമല്ലേ പെണ്ണുങ്ങളോട് സംസാരിക്കുന്നത്? അതിന് ചേട്ടനോട് സംസാരിച്ചില്ലല്ലോ. ആണല്ല? അയ്യോ, ഞാൻ PK. ഞാൻ KK. സത്യം പറടാ, നീ എന്നെ മോളെ കണ്ടിട്ട് വന്നതല്ലേ? നീ ഇവളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ? അയ്യോ, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല. ഈ ഭൂമി ഫേസ്ബുക്ക് ഇല്ലാത്ത 2 ആളേ ഉള്ളൂ. ഒന്ന് പ്രസവിച്ച് ബെഡിൽ കിടക്കുന്ന കൊച്ചും, മറ്റേത് പാതാളത്തിലുള്ള ഞാനും. അതെന്താ മാവലിക്ക് ഫേസ്ബുക്ക് ഇല്ലാത്ത? പാതാളത്തിൽ റേഞ്ച് ഇല്ല. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ചേച്ചി ഞങ്ങളോട് പൊറുക്കണം. അയ്യോ ചേച്ചി, ഞങ്ങള് വെറുതെ ആദ്യം വെറുതെ സംസാരിക്കും, പിന്നെ ആ സീരിയസ് ആവുന്ന. ഞാൻ പെട്ടെന്ന് സീരിയസ് ആവും. ഞങ്ങൾക്ക് അമ്മയും പെങ്ങന്മാരും ഉള്ളതാ. ആണോടെ? ചുമ്മാ. എന്നിട്ടാണോടോ ഈ നിക്കറൂട്ട് റോട്ടിൽ നിക്കുന്നേ? അയ്യോ, ഇതേ ഞങ്ങൾക്ക് പറയട്ടേ ഉള്ളൂ. അമ്മ! നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപമൊരുങ്ങി. ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ആവേലി, എനിക്കിത് കെട്ടിയത് കണ്ടോ? ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ ചോദിച്ചു മേടിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ കിട്ടിക്കോളും. മാവി, നമ്മൾ വിചാരിച്ച നാളെ നന്നാവില്ലേ? ഇല്ല, നമ്മൾ വിചാരിച്ചാൽ നമ്മളെ നന്നാവൂ. മാവിലി, എന്റെ വേഷത്തിനുള്ള കുഴപ്പമുണ്ടോ? നിന്റെ വേഷത്തിന് ഒരു കുഴപ്പമില്ല, നിനക്കേ കുഴപ്പമുള്ളൂ. ഞങ്ങളുടെ ലോകത്ത് ഏറ്റവും വലിയ സുന്ദരൻ ഞാനാ. എങ്കിൽ ഇവിടുത്തെ സുന്ദരൻ ഞാനാ. മാവേലി, ഈ വർഷത്തെ ഏറ്റവും വലിയ ബെഡായി ഞാനാണെന്നാ വിചാരിച്ചത്. എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. എനിക്കൊരു കാര്യത്തിൽ നാട്ടുകാരോട് ബഹുമാനമുണ്ട്. എന്റെ നാട്ടുകാരെല്ലാരും ബ്രില്യന്റാ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ കഴിയുന്നതും ഏറ്റവും താഴെ കഴിയുന്നതും മലയാളിയാ. ബുർജ് ഖലീഫയുടെ മോളിൽ താമസിക്കുന്നത് ഒരു മലയാളിയാ. പിന്നെ പാതാളത്തിൽ താമസിക്കുന്ന മലയാളിയും ഈ ഞാനാ. ദേ ആ വരുന്നത് കണ്ടോ? അതാണ് ഇപ്പോഴത്തെ 2 മന്ത്രിമാർ. കണ്ടാൽ ഭയക്കും, ചോരധരിക്കും കലിപ്പ്. അതെ, പാർട്ടിക്കാർ അറിഞ്ഞ എല്ലാവരും ഇതിന്റെ പങ്ക് കൊടുക്കേണ്ടി വരും. പങ്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അവസാനം എന്റെ പങ്കിന് നീ ചോദിക്കരുത്. മാവേലി, അവർ നാട് നന്നാക്കാനുള്ള ചർച്ചയിലാണോ? നാട് നന്നാക്കാനുള്ള ചർച്ചയല്ല, നാട് മുടിപ്പിക്കാനുള്ള ചർച്ചയാ. നമുക്ക് അവരോട് ചോദിച്ചാലോ? എന്ത് കാശിനോ? അതല്ല, ഈ നാട് മുടിപ്പിക്കുന്ന കാര്യം. ഹലോ മാഡം, ഈ കാശൊക്കെ ഞങ്ങൾക്ക് എന്തിനാ? പുഴുങ്ങി തിന്നാൻ. ഈ കാശൊക്കെ ജനങ്ങൾക്ക് കൊടുത്തൂടെ? ഇതൊക്കെ ജനങ്ങളുടെ കാശല്ലേ. ഗിഫ്റ്റ് കിട്ടിയാൽ ഞാൻ തിരിച്ചു കൊടുക്കാറില്ല. ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തല്ലേ കസേരയിൽ ഇരുത്തിയത്. അത് ശരിയാ. എന്തെങ്കിലും കാരണം കിട്ടാൻ അവർ കാത്തിരിക്കുക, ആ കസേരന്ന് വിളിച്ച് തായിടാൻ. അതെ, നിങ്ങൾക്ക് കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞൂടെ? അറിഞ്ഞോണ്ട് ആരെങ്കിലും കൊക്കയിലേക്ക് ചാടുവോ ചേട്ടാ? ഇതിനേക്കാൾ നല്ലത് കൊക്കയിലേക്ക് എടുത്ത് ചാടുന്നതാ. അതെ, ഞങ്ങൾക്ക് സ്ഥിര സമയമില്ല. അതെ, പുതിയ ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ളതാ. ഇത് വെറും ബഡ്ജറ്റ് അല്ല, ഇവരുടെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള ബഡ്ജറ്റ്. വിദേശ രാജ്യങ്ങളുമായി 150 കോടിയുടെ കരാർ ഒപ്പിട്ടത്. അത് ഒപ്പിട്ടതല്ലോ, ഒപ്പിച്ചതല്ലേ. അപ്പൊ ഇത് ജനങ്ങൾക്ക് കിട്ടുവോ? കിട്ടും. പത്രക്കാർക്ക് പറയാനുള്ളൊരു വിഷയം കിട്ടും. മാവേലി, ഇനി ഞാൻ എന്ത് ചെയ്യും? മാവേലി, നിങ്ങളെ യൂണിയൻകാര് എന്റെ മാലയും കൊണ്ട് പോയി. അതൊന്നും വാങ്ങിത്തരാൻ പറ്റോ? യൂണിയൻകാരെ തൊട്ട് കളിക്കല്ലേ, തുമ്മിയ സമരവാ. മാവേലി, ഇനി ഞാൻ എന്ത് ചെയ്യും? മാല ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല. ഭൂമി ഉരുണ്ടതല്ലേ, എല്ലാം തിരിഞ്ഞും മറിഞ്ഞും വരും. ഓടുന്ന വണ്ടിക്ക് ഒരു തള്ള്, അങ്ങനെ വിചാരിച്ചാ മതി. തൽക്കാലം നിന്റെ റേഡിയോ ഒന്ന് ഓണാക്ക്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്കാകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല. സൂപ്പർ സ്കിറ്റ് ആയിരുന്നല്ലോ ഇത്. അടിപൊളി. ഞാൻ ആദ്യം എനിക്ക് കണ്ടത് നമ്മുടെ PKയുടെ വാഹനാണ്. ഇതൊരു ഭയങ്കര സംഭവം അല്ലേ. ഇതിനകത്ത് എന്തൊക്കെയോ ലൈറ്റ് ഒക്കെ വെച്ച്, ശരിക്കും ഇത് അച്ചാറിന്റെ കുപ്പി അത്രേ. എന്ത് ക്രിയേറ്റീവാ ഇത്. നമ്മൾ മറ്റേ പൊട്ടിക്കുന്ന എന്തായാലും ശ്വേത ചേച്ചി, ഹൗ വാസ് ദിസ് PK വേഴ്സസ് മാവേലി? അല്ല, ആദ്യമായിട്ട് പറയാനുള്ളത് എനിക്ക് ഇന്നാണ് അറിഞ്ഞത് നമ്മളുടെ PK മലയാളിയാണെന്ന്.
ഞാൻ ആലോചിച്ച് ഇതുവരെയ്ക്കും PK ഏത് രാജ്യത്തെന്നാണ് അറിയില്ല. ആദ്യം ഹിന്ദി ആയിരുന്നു, ഇപ്പോൾ ഒരു മലയാളി PK ആയി അല്ലേ? PK മലയാളിയാണ് അല്ലേ? ഓക്കെ, എന്തായാലും ഒരു സെൻറ്റൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. മലയാളികളെ എന്താ പറയുക, ആകാശത്തും ഉണ്ട്, പാതാളത്തിലും ഉണ്ട്, പിന്നെ ഇവിടെയുണ്ട്. ബുർജ് ഖലീഫയുടെ ഏറ്റവും മേളിലും ഉണ്ട്, പാതാളത്തിലും മലയാളി. എല്ലായിടത്തും മലയാളി, ഈവൻ മൂൺ ചന്ദ്രനിൽ വരെ മലയാളി ഉണ്ട് അത്ര. സോ നന്നായിരുന്നു. നല്ല നല്ല ഇതില് പൊളിറ്റീഷ്യൻ ഉണ്ട്, ഓട്ടോ ഡ്രൈവേഴ്സ് വന്നിട്ട് ഫാമിലി വന്നിട്ടുണ്ട്, പിന്നെ എന്താ പറയാ, അപ്പൊ ഒരു മീൻസ് എല്ലാം സൊസൈറ്റിന്റെ പറ്റി എല്ലാം സട്ടയർ, ഒരു നല്ല സട്ടയർ ആയിരുന്നു. താങ്ക് യു PK. നീ ഇതിൽ കയറിപ്പോ, തിരിച്ച് വന്ന വഴി മറക്കരുത് കേട്ടോ, പാതാളത്തിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾ എല്ലാരും പാതാളത്തേക്ക് കാണാം. तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച ഒരു കൂലിയുടെ ശവമേ നാറിയിട്ട് പാടില്ല जब नाचे मुझको उसका बेस पसंद है, बेबी को बेस पसंद है. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ശ്വേത ചേച്ചി, സ്നേഹം കൂടുമ്പം ചിലർ ഉമ്മ വയ്ക്കും, കെട്ടിപ്പിടിക്കും, ഐ ലവ് യു എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വെള്ളം വാരി ഒഴിക്കുകയാണ്. അതും വെറും വെള്ളമല്ല, മഞ്ഞളൊക്കെ കലക്കിയ വെള്ളം. യുനോ ഇറ്റ് മൈറ്റ് കറ ഓഫ് ദി ഡ്രസ്. ഈ സിനിമയുടെ പേരാണ് തെങ്കാശിപ്പട്ടണം. ഇതില് ഒരു സീനുണ്ട്, ഇങ്ങനെ മഞ്ഞ വെള്ളം ഒഴിക്കുന്ന ഒരു സീൻ. ശരിക്കും എനിക്കത് ഒന്നും കൂടി കാണണം, ബിക്കോസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഓർമ്മ വരുന്നില്ല. കട്ടുറുമ്പ് ചെയ്യണം, അവരുടെ വേർഷൻ ആണ് എനിക്ക് കാണേണ്ടത്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് കട്ടുറുമ്പ് ഓൺ ടു ദ സ്റ്റേജ്. ഇതുപോലെ കടസ കൊടുത്ത സാധനം പശു കൊടുക്കാൻ പറ്റൂലട്ടാ. ഇത് ഇവിടുത്തെ ചില പോത്തുകൾക്കുള്ള എനിക്കാ. ഇതെന്ത് സാധനം ഹാർലിച്ച മഞ്ഞളും ചന്ദനം. അത് ഇത് തമിഴത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങൾക്കടെ ദേഹത്ത് കാഴ്ച കുടിക്കുന്ന സാധനം. അതെ, ഒരു പെണ്ണിന് ഒരാളെ ഇഷ്ടായാൽ ആ ഇഷ്ടം അയാളെ അറിയിക്കുന്ന ദിവസം അന്ന് മഞ്ഞളും ചന്ദനവും ഒക്കെ കലക്കിയ വെള്ളം തലേ കൂടി ഒഴിക്കും. അങ്ങനെ ചെയ്താൽ ആ ആളെ ഭർത്താവായി കിട്ടുന്ന ഇവിടുത്തുകാരുടെ വിശ്വാസം. അതെനിക്കറിയാം, പക്ഷേ അതെന്തിനാണ് താങ്കളൊക്കെ? ഇവിടെ ഞാനൊരു കലക്കും എന്റെ കറവേട്ടാ കേളോടി കൊച്ചു ഗല്ലി. എല്ലാരും ഉള്ളപ്പോ വേല പറ. യെസ് യെസ്, ഒഴിച്ചോളൂ. എന്തെന്ന് ആരെങ്കിലും വരണം വീട് ഒഴിക്കുക. എന്തേ പറയാ? എനിക്കറിയാൻ ഇഷ്ടം ഒഴിക്കാൻ. നാശം, പശുവിന് കാടി കൊടുക്കാൻ സമ്മതിക്കില്ലേ? ഞാൻ വിചാരിച്ചു മറ്റേ വെള്ളായിരിക്കും. തൊഴുത്തു പോയിരുന്നോ, പശുവിന് നക്കിയെങ്കിലും കുടിക്കാലോ. ഇതില് പിണ്ണാക്കുണ്ടായിരുന്നോ? അത് ആവശ്യത്തിന് തലയ്ക്കകത്തുണ്ടല്ലോ. ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച ഒരു കൂലിയുടെ ശവമേ നാറിയിട്ട് പാടില്ല. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഇനി അടുത്തതായിട്ട് ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആണ്. നമ്മുടെ വിഷ്ണു ആണ് ഇത് കൊറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു കവാലി പെർഫോമൻസ് ആണ്. നമുക്കറിയാം കുഞ്ഞു കുഞ്ഞു പിള്ളേരാണ്, ഇവരെ ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് അത് വിടട്ടെ, ഇവരൊന്നും ഒരു സ്ഥലത്ത് ഇരുത്താന്നുള്ളത് തന്നെ ഡിഫിക്കൽട്ടാണ്. പക്ഷെ എത്ര നല്ല രീതിയിലാണെന്നറിയോ ഇവർ പെർഫോമൻസ് പഠിച്ചു വെച്ചിരിക്കുന്നത്. റിഹേഴ്സൽ ഞാൻ കണ്ടിരുന്നു, ചേച്ചി കണ്ടേ. അതിന്റെ മാത്രമല്ല ഇവരുടെ കോസ്റ്റ്യൂം എല്ലാത്തിലും ഒരു ധാരാളം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ ഡാൻസ് പെർഫോമൻസ് ബൈ കട്ടുറുമ്പ്. खुदा से आरज़ू मेरी कभी ये रात न गुजरे, मोहब्बत का हर एक लम्हा, मोहब्बत का हर एक लम्हा तेरी बाहों में अब गुजरे. तू बड़ी माशाअल्लाह कहे
अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना तेरे आशिक किस बात का शर्माना तू सीने से लगा ले ना चलेगा बहाना हुस्न लाजवाब है खुली हुई किताब है पर्दा गाने माने या ना माने हम तेरे दीवाने तू बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना जवानी का तू होठों से पिला दे रंग भरी महफिल में तू गुल नया खिला दे ये अदाएं कमाल है ये हुनर बेमिसाल है ये समा सुहाना जाने माने या ना माने हम तेरे मस्ताने है बड़ी माशाअल्लाह कहे अब्दुल्ला तेरा जलवा सुभान अल्लाह कभी शबनम कभी शोला मैं मजनू तू है मेरी लैला दे दे दिल का प्यारा नजराना ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ നിങ്ങളുടെ കോസ്റ്റ്യൂം പെർഫോമൻസ് എല്ലാവരുടെയും സൂപ്പർ. താങ്ക് യു. ഇനി നമുക്ക് ബോയ്സിലേക്ക് നോക്കാം. ബോയ്സ് ഒക്കെ എന്താ എക്സ്പ്രഷൻ ഒക്കെ വാരി വിതറി അല്ലേ? ആരുഷ് ഭയങ്കര നന്നായിട്ട് ചെയ്തു. പക്ഷെ ഏറ്റവും ജാസ്തി എക്സ്പ്രഷൻ തന്നത് നമ്മുടെ തേജു ആണ്. ബിക്കോസ് അവനാണെങ്കിൽ തീരെ ബോറടിച്ച് അവന് മൂടില്ല ഇന്ന് ഡാൻസ് മൂടില്ല. जब नाचे मुझको उसका फेस पसंद है बेबी को बेस पसंद है ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് ഒഡീസിയ ക്ലാസ്മേറ്റ് ഷൂസ് ആൻഡ് ബാക്ക് പാക്സ്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഒന്നും കൂടി ഡാൻസ് ചെയ്യണോ? എന്താണ് ശ്വേത ചേച്ചി, വാട്ട് ഡു യു തിങ്ക് വി ഷുഡ് ഡു? അല്ല, സെലിബ്രേഷൻ. അപ്പൊ എന്തെങ്കിലും മ്യൂസിക് പിന്നെ നമുക്ക് ഡപ്പാങ്കുത്തിന് ഡാൻസ് കളിക്കാൻ നല്ലത്. കം ഓൺ എല്ലാവരും എഴുന്നേറ്റ്. കം ഓൺ കം ഓൺ മ്യൂസിക് പ്ലീസ്. എല്ലാവരും ബൈ പറഞ്ഞേ ബൈ. बैठे बैठे ना गई देखो दिल को मेरे ठगियां रे हाय मेरे पास से होके फिर वो डीजे से जाके बोली भैया तू डिसाइड करियो अब बीट चले या गोली क्योंकि बेबी को बेस पसंद है बेबी को बेस पसंद है जब नाचे मुझको उसका फेस पसंद है बेबी को बेस पसंद है बेबी को बेस पसंद है मेरे भोले पंछी पढ़ना उल्टी पटिया रे
जाने सॉन्ग सुना के इंग्लिश के जो डाले देसी डाले क्योंकि बेबी को बेस पसंद है बेबी को बेस पसंद है